കണ്ണൻ ഞങ്ങളുടെ ഒപ്പം ജോലിക്ക് കയറിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. ഇതേവരേക്കും തന്നെക്കുറിച്ച് മോശമായിട്ട് ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ തനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നു പോയതിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടടോ. കുഴപ്പമില്ലേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ. ആ, എന്തായാലും ആയുസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കണ്ണൻ മെല്ലെ പറഞ്ഞോ. 1/2 മണിക്കൂർ നേരം ഇരുന്ന് അവളോട് സംസാരിച്ചു. ശേഷമാണ് അവർ രണ്ടാളും അവിടെ നിന്ന് പോയത്. ഇറങ്ങാൻ നേരം കണ്ണൻ്റെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുക്കാനും ജോണിച്ചേട്ടൻ മറന്നില്ല. മോനെ, അമ്മ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, ദേഹത്തൊക്കെ നന്നായി ചൂട് പിടിച്ചിട്ട് കുളിക്കാം. കുളിക്കാം അമ്മേ. അവൻ പതിയെ എഴുന്നേറ്റു. മുരിങ്ങയുടെ തൊലിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് ശോഭ. അവർ അതെടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയി. കല്ലു എവിടമ്മേ? മുറിയിലുണ്ടല്ലോ. ആകെ സങ്കടമാണതിന്. ഇത്രയും സമയം ഇരുന്ന് കരയുമായിരുന്നു. ശ്രീകുട്ടി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തൊരു വിധിയായിപ്പോയി മോനെ നിനക്ക്. ശോഭ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. സാരമില്ലമ്മേ, എനിക്കങ്ങനൊന്നും പറ്റിയില്ല, ചെറിയ വേദനയുള്ളൂ. എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത നീയ്. ആ പോട്ടെ, അമ്മ കരയണ്ട, അവളുമാരുടെ അടുത്തേക്ക് ചെല്ല്. അവൻ മുറിയിലേക്ക് കയറിപ്പോയി. കട്ടിലിലിരിക്കുകയാണ് കല്ലു. അവൻ അകത്തേക്ക് കയറി വാതിൽ ചാരി. കല്ലു. അവൻ വിളിച്ചതും അവൾ വേഗം എഴുന്നേറ്റു. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എന്തൊക്കെയോ പറയാൻ വന്നുവെങ്കിലും അവൾക്ക് ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. കല്ലു, കരയല്ലേ, നമ്മുടെ കുഞ്ഞുവാവ വിഷമിക്കും. ഏട്ടൻ തിരിച്ചു വന്നല്ലോ കല്ലു. അവൻ മെല്ലെ അവളുടെ വീർത്ത വയറിൽ തലൂടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ കല്ലു പൊട്ടിക്കരയുകയായിരുന്നു. നീ ഇങ്ങനെ തുടങ്ങില്ല കല്ലു, നീ വിഷമിക്കാതെ. ദേ, കുഞ്ഞിനും സങ്കടാകും അല്ലേടാ പൊന്നെ. അവൻ കല്ലുവിൻ്റെ വയറിൽ ഒരു ഉമ്മ വെച്ചു. സ്കാനിങ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ കൺമണി വലുതായോടി. അച്ഛയുടെ മുത്ത് എന്നാണ് വരുന്നത്? അവൻ എഴുന്നേറ്റ് അവളുടെ കണ്ണീര് തുടച്ചുകൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ആഹാ, അച്ഛയുടെ കൺമണി മിടുക്കിയാണല്ലോ. അവൻ അവളുടെ വയറിന്മേൽ വീണ്ടും വിരലൊടിച്ചു. വീണ്ടും കുനിഞ്ഞുമ്മ വെച്ചു. എന്നിട്ടും മതിയാവാത്തതുപോലെ. അവന്മാർ ഉപദ്രവിക്കുമ്പോൾ പോലും ആകെ ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പറ്റണേന്ന്. ഓരോ ദിനവും പുലരുമ്പോൾ ആദ്യം ഓർക്കുന്നത് തങ്ങളുടെ വാവ വരുന്ന ദിവസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുവാണല്ലോ എന്നാണ്. അവൻ മനസ്സിലോർത്തു. കല്ലു അവൻ്റെ കൈയും മേലുമൊക്കെ പരിശോധിക്കുകയാണ്. ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോഴും അവൾക്ക് വിശ്വാസം വരുന്നില്ല. നെഞ്ചിൻ്റെ കോണിലായി ഒരു കരിനീലിച്ച പാട് കണ്ടതും അവൾ കരയാൻ തുടങ്ങി. എത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും പെണ്ണിൻ്റെ കണ്ണീര് തോരുന്നില്ല. ഒടുവിൽ അമ്മ വന്ന് കുളിക്കാൻ വിളിച്ചപ്പോഴാണ് അവളുടെ അടുത്തു നിന്നും കണ്ണൻ ഇറങ്ങിപ്പോന്നത്. ചൂടുവെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. നെറ്റിയിലെ കെട്ട് നനയാതെ സൂക്ഷിച്ചാണ് കുളിച്ചത്. ഇറങ്ങി വന്നപ്പോൾ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന അച്ഛനെ. മോനെ, എന്താ അച്ഛാ, നിനക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോടാ? ഇല്ല അച്ഛാ. സത്യമാണോടാ? എനിക്കൊരു സമാധാനവുമില്ല, അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാ. എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ലെന്നേ. അങ്ങനെ ആണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോകൂലേ? ഈ അച്ഛൻ്റെ ഒരു കാര്യം. അവൻ അച്ഛനെ നോക്കി കണ്ണിറക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. കല്ലും ശ്രീകുട്ടിയും കൂടി അത്താഴം വിളമ്പുകയാണ്. സുനീഷ് തിരിച്ചു പോയിരുന്നു. രാജിയും സുമേഷുമൊക്കെ അവിടെയുണ്ട്. കാലത്തെ പോകാമെന്ന് ശോഭയും രാജനും പറഞ്ഞപ്പോൾ അന്ന് അവിടെ നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചതാണ്. അളിയ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുവാണ് സുമേഷ്. രാജി ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ കണ്ണ, കുഞ്ഞുറങ്ങിയോ? ഇവൻ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ണൻ എടുക്കാനായി കൈ നീട്ടിയപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും രാജി വന്ന് മേടിച്ചോണ്ട് പോയി. എന്നാ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അച്ഛനുമായിട്ടിരുന്ന് രണ്ടാളും അത്താഴം കഴിച്ചു. ഇടയ്ക്കൊക്കെ ആരൊക്കെയോ കണ്ണിനെ ഫോൺ വിളിച്ചു. കേട്ട വിവരം സത്യമാണോന്നറിയാനാണ്. എല്ലാവരോടും മറുപടി പറഞ്ഞ് കണ്ണം മടുത്തു. പിന്നീട് ഫോൺ എടുത്ത് സ്വിച്ച്ഡ് ഓഫ് ചെയ്തു വെച്ചു. കല്ലു ആണെങ്കിൽ അച്ഛമ്മയോട് വിവരം ഒന്നും പറഞ്ഞിരുന്നില്ല. ശോഭ പറഞ്ഞു അവളോടും ഒന്നും വിളിച്ചു പറയണ്ടെന്ന്. അവരെയും കൂടെ വിഷമിപ്പിക്കണ്ട. കണ്ണേട്ടനോട് ചേർന്ന് കിടക്കുകയാണ് കല്ലു. എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം ഓരോ സമയദോഷം.
അല്ലാണ്ട് എന്തു പറയാനാ പെണ്ണെ? ഈശ്വരൻ എന്താണ് ഇങ്ങനെയൊക്കെ? ഒരുവിധം ഓട്ടമൊക്കെയായി വന്നപ്പോൾ സാരമില്ല കല്ലു, എല്ലാം ശരിയാകും, ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ എന്നോർത്തും നമുക്ക് ആശ്വസിക്കാം. അവന്മാരുടെ കയ്യിലാണെങ്കിൽ കത്തിയുണ്ടായിരുന്നു. അറിയാതെങ്ങാനും എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. പെട്ടെന്ന് കല്ലു തൻ്റെ കൈയെടുത്ത് അവൻ്റെ വായ മൂടി. അറിയാതെ പോലും ഇങ്ങനൊന്നും കണ്ണേട്ടൻ്റെ നാവിന്ന് വരരുത്. ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏട്ടൻ ഒരു പോറൽ പോലും വരുത്തരുതേന്നാണ്. കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരികെ വരും വരി എനിക്കെൻ്റെ മനസ്സിലൊരാന്തലാണ്. അവൾ ഒരു വശം ചെരിഞ്ഞെഴുന്നേറ്റിരുന്നു. എന്തു പറ്റി കല്ലു? നീ എന്താ എഴുന്നേറ്റത്? ഒന്നുമില്ല, കാലിനിടയ്ക്കൊക്കെ വല്ലാത്ത കടച്ചിൽ. കണ്ണൻ എഴുന്നേറ്റ് അവളുടെ കാലെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ട് മെല്ലെ തടവി കൊടുത്തു. കുഴപ്പമില്ല ഏട്ടാ, ഏട്ടൻ കിടന്നോളൂ. പക്ഷെ അവൻ അത് ചെവിക്കൊണ്ടില്ല. അവളുടെ കാലുകൾ മാറി മാറി തടവി. കല്ലു, 2 ദിവസമായിട്ട് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തിനാ ഏട്ടാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയില്ല കല്ലു, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുമായിരുന്നു. ഞാൻ പക്ഷേ അത്ര കാര്യമാക്കിയില്ല കേട്ടോ. എന്നിട്ട് ഏട്ടൻ എന്നോടെന്താ ഒന്നും പറയാഞ്ഞത്? ഓ, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നിയില്ല. എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സമാധാനക്കുറവായിരുന്നു. എൻ്റെ ഭഗവാനെ, എനിക്കെന്നാലും തിരിച്ച് തന്നല്ലോ. ഒരു നിമിഷം ഈശ്വരനൊന്ന് കണ്ണടച്ചു പോയിരുന്നെങ്കിൽ പിന്നെ ഞാനും ഈ ഭൂമിയിലില്ല, അത് ഉറപ്പാണ്. ദേ, വേണ്ടാത്ത വർത്താനമൊന്നും പറയാതെ പെണ്ണെ. അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അല്ല കണ്ണേട്ട, സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കണ്ണേട്ടനില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും കഴിയില്ല. ഏട്ടനെ വിളിച്ച് കിട്ടാഞ്ഞപ്പോഴും ഏട്ടൻ വരാൻ വൈകിയപ്പോഴും ഒക്കെ ഞാനൊരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ഇല്ലെന്ന്. പിറകെ ഞാനും പോരും അങ്ങോട്ട്. ദേ, ഒരൊറ്റ അടിവെച്ച് തരും കേട്ടോ. കുഞ്ഞുമാവ കേട്ടോണ്ട് കിടക്കുക നിൻ്റെ ഈ വിവരക്കേട് മുഴുവൻ. നാവടക്കി ഇട്ടോണം നീ. മാസം ഇത്ര ആയതാണ്, അറിയാലോ. കുഞ്ഞിനോട് സങ്കടാവും നിൻ്റെ ഈ വർത്താനമൊക്കെ കേട്ടിട്ട്. അവൻ നോക്കി പേടിപ്പിച്ചതും കല്ലു അവനെ കെട്ടിപ്പിടിച്ചു. എനിക്കൊരു നിമിഷം പോലും പറ്റില്ല കണ്ണേട്ട, ഏട്ടനില്ലാണ്ട്. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എൻ്റെ അച്ഛമ്മയും ഏട്ടനും ഇവിടെ ഉള്ളവരൊക്കെയല്ലേ ഉള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ഞാനാ. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആദ്യം അമ്മയും രാജിയും ശ്രീയുമൊക്കെ നിന്നെ പെണ്ണ് കാണാൻ വന്നതുപോലും. അവരാണെങ്കിൽ കണ്ടിട്ട് വന്നു കഴിഞ്ഞ് നിന്നെക്കുറിച്ച് ഓരോന്ന് വർണ്ണിക്കും. ഞാനാണെങ്കിൽ ഒന്നും കേൾക്കാതെ മാറിപ്പോവും. ഒടുവിൽ ഇവിടെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാണെന്ന് അറിഞ്ഞതും ഞാൻ എൻ്റെ കല്ലുപെണ്ണിനെ കാണാനായി വന്നപ്പോൾ ദേ ഒരു ഷർട്ടും പാവാടയും ഇട്ട കൊച്ച്. ആകെ കൂടി ഇത്തിരിയേ ഉള്ളൂ. ഞാൻ ഓർത്ത് +2 പഠിക്കുവാണെന്ന്. അവനത് പറയുകയും കല്ലു നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോഴോ ഒറ്റ ഓട്ടം. ഞാൻ ഓർത്തു എന്താപ്പോൾ നടന്നേന്ന്. കുറച്ച് കഴിഞ്ഞതും ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ദേ വീണ്ടും. അപ്പോൾ തോന്നി ഇത്തിരി ഗമ പെട്ടെന്ന് കൂടിയോന്ന്. അച്ചമ്മയാണെങ്കിൽ എൻ്റെ കല്ലുപെണ്ണിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാകെ വിഷമം. ശോ, പാവം കൊച്ച് ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിച്ചല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി. കൊടുക്കുവാണെങ്കിൽ ഇങ്ങനൊരു പെണ്ണിന് വേണം ചങ്ക് പറിച്ചു കൊടുക്കാൻ. ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഈ വിവാഹം എനിക്കിഷ്ടമല്ലെന്ന് പറയാൻ പോയ ഞാനാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ സെൻറ്റിയായി പോയില്ലേ. ഓ, അപ്പം അങ്ങനാണല്ലേ മാഷി വിവാഹത്തിന് സമ്മതിച്ചത്? അങ്ങനെ വേണേലും പറയാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും എന്നെ ഇഷ്ടമായില്ലല്ലേ? മുഖം വീർപ്പിച്ച് നോക്കുന്നവളെ കാണുക അവനും ചിരി വന്നു. പിന്നെ ഫുൾ സെൻറ്റിയായിരുന്നു. പാവമല്ലേ, ആരോരും ഇല്ലാതെ വളർന്നതല്ലേ. അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ പിന്നെ അവനൊന്നുകൂടെ
അവളുടെ അടുത്തേക്ക് ചേർന്നു വന്നു. വേണ്ട, എന്നെ തൊടണ്ട. അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അല്പം നീങ്ങിയിരുന്നു. ഓ, ഇതാണ് കുഴപ്പം. ഇത്തിരി കാര്യം മതി, അപ്പോഴേക്കും പിണങ്ങും. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് കല്ലു ഗൗരവത്തിലിരുന്നു. ഈ സമയത്ത് പെണ്ണിനല്ലേലും ഇത്തിരി കുറുമ്പ് അത് കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണക്കമാണ്. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവളിൽ ഒന്ന് തോണ്ടി. ഞാൻ ഓർത്തു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാവൂന്ന്. ഇത് സഹതാപത്തിൻ്റെ പുറത്തായിരുന്നു എൻ്റെ മഹാദേവ. അവൾ താടിക്ക് കയ്യും കൊടുത്തിരുന്നു പോയി. സഹതാപവും സ്നേഹവും വാത്സല്യവും പ്രണയവും ഒക്കെ കൂടി കലർന്നൊരു വികാരം. അതാണ് എനിക്ക് നിന്നോട്. ഇത്തിരി പോന്ന ആ പാവാടക്കാരി ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന അവസ്ഥയിലാണ് ഞാൻ. നിന്നെ ഒന്ന് കാണാതെ, നിന്റെ സാമീപ്യമില്ലാതെ. 7-ാം മാസത്തിലെ പ്രസവത്തിനുവിടൽ ചടങ്ങിൽ നീ അച്ചമ്മയുടെ അടുത്തേക്ക് പോയില്ലേ? അന്നാണെങ്കിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ പെണ്ണ് കൂടെ ഇല്ലാതെ ആ ആദ്യത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഊഹവുമില്ല. നെഞ്ചിന് വല്ലാത്തൊരു വിങ്ങൽ. നേരം വെളുക്കുമ്പോൾ തന്നെ വരണം, നിന്നെയും കൂട്ടി പോരണമെന്നായിരുന്നു. പക്ഷേ അമ്മ വിലക്കി. അവിടെയുള്ളവരെന്ത് കരുതും? ആ അച്ചമ്മ പാവം. അതിൻ്റെ കൂടെ 2 ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിച്ചു. ഇത്രമാത്രം ഇങ്ങനൊക്കെ തോന്നാൻ നീ എന്ത് മായാപ്രവാഹമാണ് എന്നിലേക്ക് ചെയ്തിരിക്കുന്നത്? അവൻ അത്രമേൽ തരളിതമായി പറഞ്ഞു. കല്ലുവിനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏട്ടൻ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് താൻ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. തനിക്കറിയാം ഏട്ടന് തന്നെ ജീവനാണെന്ന്. പക്ഷേ ഈ നാവിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. അവൾ അവനെ നോക്കി കൊഞ്ഞനം കുത്തി. കൺമണിക്കുട്ടി, നിൻ്റെ അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവ വന്നിട്ട് വേണം നമുക്ക് 2 ആൾക്കും കൂടി ഇവൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ. അവളുടെ വയറിന്മേൽ ചേർന്നുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. കല്ലു അപ്പോൾ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നതല്ലേ ഏട്ടാ. ഏട്ടൻ ഇങ്ങനെയൊക്കെ എന്നെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഒരു വല്ലാത്ത സുഖം. അതുകൊണ്ടല്ലേ? അവനോട് പറ്റിച്ചേർന്ന് അവൾ മൊഴിഞ്ഞു. ശരിക്കും പറഞ്ഞ് ഞാൻ ഓർക്കും, നിനക്ക് പഠിക്കാൻ പറ്റാഞ്ഞത് ഞാൻ കാരണമാണോ എന്ന്. വേറെ ഏതെങ്കിലും കുടുംബത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇപ്പോൾ PG ചെയ്യാൻ തുടങ്ങിയേനെ. നിൻ്റെ ഭാവി ഞാനായിട്ട് കളഞ്ഞല്ലോ കല്ലു. ഇത്രയും മാർക്ക് മേടിച്ച് പാസ്സായിട്ട് ആ ഒരു വിഷമമുണ്ട് എനിക്ക്. ഏയ്, അതൊന്നും സാരമില്ല. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ റെസ്റ്റ് എടുത്തത്. അതും ഡോക്ടർ പറഞ്ഞുകൊണ്ട്. നമ്മുടെ വാവ കൂടി വന്നിട്ട് ഞാൻ കറസ്പോണ്ടൻ്റ് ആയിട്ടാണേലും പഠിക്കും. അതെൻ്റെ സ്വപ്നമാണ്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കല്ലു. എൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എല്ലാം ഈശ്വരൻ നടത്തിത്തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവൻ കല്ലുവിനെ നോക്കി. എന്താണ് ഏട്ടാ ആ സ്വപ്നം? എന്നോടുകൂടി പറയുന്നേ. ഒക്കെ വഴിയെ പറയാം. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ഓക്കെ, എങ്കിലത് മതി. കല്ലൂസേ, എങ്കിൽ നമുക്ക് കിടന്നാലോ? നേരം ഒരുപാടായി. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവളുടെ മുടിയിഴകളിൽ വിരലൊടിച്ചുകൊണ്ട് അവനും അവളുടെ മൂർത്താവിൽ മുത്തം കൊടുത്തുകൊണ്ട് അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി പിടിച്ചു. ഈ ഒരു സമയമായതുകൊണ്ട് അവൾക്ക് ചെറിയ ചെറിയ വാശിയും പിണക്കവും ഒക്കെയുണ്ട്. പിന്നെ തനിക്ക് ഈ അപകടം ഉണ്ടായത് കൂടി ആയപ്പോൾ അവൾക്ക് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥ. അതുകൊണ്ടൊക്കെയാണ് താൻ ഈ വിഷയമൊക്കെ പറഞ്ഞ് അവളുടെ കൂടെ കൂടിയത്. അവൾക്കൊരു റിലാക്സേഷൻ, അത്രയും അവൻ ഓർത്തുള്ളൂ. നടന്ന സംഭവങ്ങളൊക്കെ ഓരോന്നോർത്ത് കിടക്കുകയാണവൻ. കണ്ണടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് വൈകിയാണ് അവനന്ന് ഉറങ്ങിയതും. കാലത്തെ തന്നെ രാജി സുമേഷും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തലേദിവസം പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോകാമെന്ന്. അവർക്കൊപ്പം ശ്രീയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അവളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടാമെന്ന് രാജി പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കല്ലുവാണെങ്കിൽ ഓരോരോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നടക്കുവാണ്. അച്ചമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് അതെല്ലാം. വെറുതെ മടി പിടിച്ചിരുന്നാൽ പറ്റൂല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എങ്കിലേ സുഖപ്രസവം നടക്കൂ. ഈ ഒരു പല്ലവിയാണ് അച്ചമ്മ സദാസമയവും അവളോട് പറയുന്നത്. റൂമെല്ലാം അടിച്ചു വാരിക്കഴിഞ്ഞാണ് അവളും ശോഭയും ഭക്ഷണം കഴിക്കാനിരുന്നത്. കണ്ണനാണെങ്കിൽ ബാപ്പൂട്ടി വന്ന് വിളിച്ചിട്ട് അവന്
അവനുമായി സംസാരിച്ച് റോഡിൽ നിൽപ്പുണ്ട്. അമ്മേ, എന്താ മോളെ, അച്ഛൻ എവിടെ പോയി? കണ്ടില്ലല്ലോ. അച്ഛൻ ശോഭ പറഞ്ഞു പൂർത്തിയാക്കാതെ ഭക്ഷണം വാരി കുഴിച്ചുകൊണ്ടിരുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല, അച്ഛൻ അപ്പുറത്ത് എവിടെയോ പോയതാ, ഇപ്പോൾ വരും. അത് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു വല്ലായിക. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ എന്നോട് എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ലെന്നേ, മോള് കഴിക്ക്. അവർ ഇരുന്ന കസേര പുറകോട്ട് വലിച്ചുകൊണ്ട് എഴുന്നേറ്റു. അമ്മ കഴിച്ചില്ലല്ലോ. മതിയായിട്ടാ. അവർ വേഗം അടുക്കളപ്പുറത്തെ ചായ്പിൻ്റെ വശത്തേക്ക് പോയി. കല്ലുവാണെങ്കിൽ അല്പം കഴിഞ്ഞാണ് അമ്മയുടെ അടുത്തേക്ക് ചെന്നത്. അവർ അപ്പോൾ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നു. അച്ഛൻ ഇതെവിടെ പോയിന്ന് കുറേ ആലോചിച്ച് നോക്കിയെങ്കിലും അവൾക്ക് പിടികിട്ടിയില്ല. കണ്ണം വന്നപ്പോൾ കല്ലു ഇക്കാര്യം അമ്മനോട് പറഞ്ഞു. ഉടനെ അവൻ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. അച്ഛാ, എന്താ മോനി? പരിഭ്രമം നിറഞ്ഞ അച്ഛൻ്റെ ശബ്ദം അവൻ കേട്ടു. അച്ഛൻ എവിടാ? ഞാനിവിടെ ദേവസ്യയുടെ കടയിലുണ്ട്. എന്നാടാ? അച്ഛനെ കാണാഞ്ഞുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാടാ, ഇപ്പോൾ വരാം. അയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അമ്മയോട് ചോദിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ അടുത്ത വീട്ടിലെ വിലാസിനി ചേച്ചി തുണി തയ്ക്കാൻ കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിയാതെ അവർ പോവില്ല. അവന് ചെറിയ ദേഷ്യം വന്നു. മുറി വന്നപ്പോൾ കല്ലു അച്ഛമ്മയെ ഫോൺ വിളിക്കുകയാണ്. വിശേഷമൊക്കെ പറഞ്ഞ ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു. കണ്ണൻ്റെ നെറ്റിയിലെ മുറിവിൽ അവൻ മെല്ലെ മരുന്ന് പുരട്ടി. അവന് വേദനയുണ്ട്. നെറ്റി ചൊളിയുന്നത് കാണുമ്പോൾ അവൾക്കറിയാം. ഏട്ടാ, വിഷമത്തോടെ അവൾ വിളിച്ചു. ഒരു കണ്ണിറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവൻ മറ്റേ കണ്ണ് തുറന്നു. വേദനയാണോ? ഇപ്പം കരയുന്ന മട്ടിലാണ് പെണ്ണ്. അത് മരുന്ന് പുരട്ടിയപ്പോൾ ചെറിയ നീറ്റൽ, അതുകൊണ്ടാ. സാരില്ല കല്ലു. അവൻ ബെഡിൽ അമർന്നിരുന്നു. വേറെ ഹോസ്പിറ്റലിൽ പോയാലോ ഏട്ടാ? കല്ലു വിഷമത്തോടെ അവനെ നോക്കി. തുടരും.